നമസ്കാരം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പകരുന്ന ഒരു സമയം കൂടിയാണ്. അതിലിപ്പോൾ വില്ലനായി നിൽക്കുന്നത് കോളറയാണ്. കോളറ പ്രതിരോധം സംസ്ഥാനത്ത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സർക്കാർ സ്ഥിതിഗതികളെല്ലാം മൊത്തത്തിൽ അവലോകനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുമുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിലെയും മെഡിക്കൽ കോളേജിലെയും സംഘങ്ങൾ സ്ഥലം സന്ദർശിച്ച് വളരെ പെട്ടെന്ന് തന്നെയാണ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ജില്ലാ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകളും വിവിധ ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഗം ബാധിച്ചവരെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് ചികിത്സ കൃത്യമായി ഉറപ്പാക്കുകയും ചെയ്തു. കൂടുതൽ രോഗികൾ എത്തിയാൽ പരിചരണം ഒരുക്കാനുള്ള സംവിധാനങ്ങളും സർക്കാർ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കെയർ ഹോമിലുള്ള ചിലർ വീടുകളിൽ പോയതുകൊണ്ട് ഇപ്പോൾ അവരെ കണ്ടെത്തി നിരീക്ഷിച്ചു വരികയാണ്. സ്ഥാപനത്തിന്റെ തന്നെ സ്കൂളുകളിലെ കുട്ടികളുടെയും ജീവനക്കാരുടെയും പട്ടിക തയ്യാറാക്കി വളരെ ജാഗ്രതയോടെ സർക്കാർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര നഗരസഭയും നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും പ്രവർത്തനങ്ങൾ വളരെ ആവേശത്തോടെ ഊർജിതമായിട്ടാണ് ചെയ്യുന്നത്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവബോധ പ്രവർത്തനം നടത്തിയും പുതിയ ക്ലസ്റ്ററുകൾ വരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർമാർ, KMSCL ജനറൽ മാനേജർ, തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ പ്രോഗ്രാം മാനേജർ, ജില്ലാ സർവൈലൻസ് ഓഫീസർ, ആരോഗ്യ വകുപ്പിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, ആശുപത്രി സൂപ്രണ്ടുമാർ എന്നിവരടക്കം മന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാം LDF സർക്കാരിൽ ഇതിനു മുമ്പും ആരോഗ്യ മേഖലയിൽ KK ശൈലജ ടീച്ചർ എങ്ങനെ പ്രവർത്തിച്ചതെന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് സർക്കാർ ആരോഗ്യ മേഖലയിൽ ഇത്തവണയും പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി വിലയിരുത്തിയാണ് ഓരോ ചുവടും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്.